ചിത്രത്തിന്റെ തുടക്കത്തിൽ നമ്മൾ കാണുന്നത് പാർക്കിലെ ഒരു റൈഡിൽ ഒരു ചെറിയ പെൺകുട്ടി കളിക്കുന്നതാണ്. അവൾ അതിൽ നിന്ന് വീഴാനായി തുടങ്ങുമ്പോൾ കണ്ടാൽ അവളുടെ തന്നെ സമപ്രായക്കാരനായ കണ്ണാടി വെച്ച ഒരു ചെറിയ പയ്യൻ അവളെ രക്ഷിക്കാനായി ഓടി അടുത്തേക്ക് ചെല്ലുന്നു. പിന്നീട് നമ്മൾ കാണുന്നത് നമ്മുടെ കഥാനായകനായ യോറിയാണ്. യോറി ബസ് യാത്രക്കിടയിൽ വിൻഡോ സൈഡിൽ ഇരുന്ന് ഒരു ചെറിയ മയക്കമായിരുന്നു. പെട്ടെന്ന് അവൻ ഞെട്ടി ഉണരുന്നു. അവൻ ഇറങ്ങേണ്ട സ്റ്റോപ്പായിട്ട് അവിടെ ഇറങ്ങാൻ അവന് സാധിക്കുന്നില്ല. കണ്ടക്ടറിനോട് ബസ് ഒന്ന് നിർത്താനായിട്ട് അവൻ പറയുന്നുണ്ടെങ്കിലും വായിൽ നിന്ന് വലുതായി സൗണ്ട് വരുന്നില്ല. ആ ബസ്സിലാണെങ്കിൽ ഒടുക്കത്തെ തിരക്കും. അതുകൊണ്ട് തന്നെ അവൻ ആ സ്റ്റോപ്പ് മിസ്സാവുന്നു. പക്ഷെ പിന്നെ മറ്റേതോ സ്റ്റോപ്പിൽ ഇറങ്ങി തിരികെ ഇപ്പുറത്തെ സ്റ്റോപ്പിലുണ്ടായിരുന്ന അവന് ചെല്ലേണ്ട സ്കൂളിലേക്ക് അവൻ വന്നെത്തുന്നു. അവൻ നേരെ ഓഫീസിലേക്ക് ചെല്ലുന്നു. ഞാൻ ട്രാൻസ്ഫർ ആയി വന്നതാണെന്ന് യോറി പറയുന്നു. അങ്ങനെ തുടർന്ന് യോറിയെ കൊണ്ട് ഒരു ഫോമും സ്റ്റാഫ് ഫില്ല് ചെയ്യിക്കുന്നു. അങ്ങനെ ചില പേപ്പർ കെട്ടുകളും കൊണ്ട് യോറി ഗ്രൗണ്ടിലൂടെ നടക്കുന്ന സമയത്താണ് അവൻ ഒരു പെൺകുട്ടിയെ കാണുന്നത്. അവളെ കണ്ടപാടെ അവൻ അവളെ തന്നെ മിഴിച്ചു നോക്കി നിൽക്കുന്നു. അവളാണെങ്കിൽ ആദ്യം ഇവനെ മൈൻഡ് ചെയ്യാതെ പോകുന്നുണ്ട്. ആ സമയം ഇവന്റെ കയ്യിലുണ്ടായിരുന്ന പേപ്പർ എല്ലാം താഴെ വീഴുന്നു. യോറി അത് കുനിഞ്ഞിരുന്ന് പിറക്കുന്ന സമയം നേരത്തെ ഓടിപ്പോയ ആ പെൺകുട്ടി യോറിയുടെ അടുത്തേക്ക് തിരിച്ചു വരുന്നു. ആ പേപ്പർ പിറക്കാനായി അവനെ സഹായിച്ച ശേഷം അവൾ അവനെ അടിമുടി നോക്കാണ്. ഇടാ, നീ യോറിയല്ലേ? നിനക്കെന്നെ ഓർമ്മയില്ലേ? സിസുക്കു, ഞാൻ ഇവിടെയാടാ പഠിക്കുന്നത്. നീ ഇങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ആയി വന്നോ? എന്തായാലും കൊള്ളാം. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? ഞാനേ ഇപ്പൊ മോഡലിംഗിൽ ഇറങ്ങിയിട്ടുണ്ട്. ലൈഫൊക്കെ അടിപൊളിയാ. നിനക്ക് എങ്ങനെയുണ്ട് എന്നെല്ലാം അവൾ ഒരു 100 വിശേഷങ്ങൾ ഇവനോട് ചോദിക്കുന്നുണ്ടെങ്കിലും ഇവനാണെങ്കിൽ ആകെപ്പാടെ ഒരു ചമ്മിയ പരുവത്തിൽ നിൽക്കുകയാണ്. അപ്പോഴേക്കും സിസുക്കോയുടെ ഫ്രണ്ട്സ് വന്ന് വാ നമുക്ക് പോകാന്ന് പറഞ്ഞ് അവളെ വിളിക്കുന്നു. അവള് പോകുന്നതിന് മുന്നേ ഇവനോട് ഫോൺ നമ്പർ ചോദിച്ചു വാങ്ങുന്നു. തന്റെ നമ്പർ യോറിക്ക് കിട്ടാനായി സിസുക്കോ അവളുടെ ഫോണിൽ നിന്ന് യോറിയുടെ ഫോണിലേക്ക് ഒരു സ്മൈലി മെസ്സേജായും അയക്കുന്നുണ്ടായിരുന്നു. ആ മെസ്സേജ് കാണുന്ന യോറി വളരെയധികം സന്തോഷിക്കുന്നു. ഞാനും നിന്നെ മിസ് ചെയ്തു. ഇപ്പൊ കണ്ടതിൽ വളരെ സന്തോഷമെന്ന് റിപ്ലൈ അയച്ചാലോ എന്ന് അവൻ ആലോചിക്കുന്നു. ആ സമയത്താണ് നമ്മൾ ഒരു ഫ്ലാഷ് ബാക്ക് കാണുന്നത്. നമ്മളിപ്പോൾ കണ്ട യോറിയും സിസുക്കോയും പിന്നെ സുബാറു എന്നു പേരുള്ള മറ്റൊരു പയ്യനും കുട്ടിക്കാലത്ത് വളരെ ക്ലോസ് ഫ്രണ്ട്സ് ആയിരുന്നു. ഇവര് 3 പേരും ആക്ടിങ്ങിനായുള്ള ഒരു ഓഡിഷൻ അറ്റൻഡ് ചെയ്യാൻ വന്നിരിക്കുകയാണ്. ആ ഓഡിഷന്റെ അവസാനം സുബാറോയെ സെലക്ട് ചെയ്യുന്നു. യോറിയെ റിജക്ട് ചെയ്യുന്നു. യോറിക്ക് വല്ലാത്ത ഫീല്. ആ സമയം സിസുക്കോ യോറിയെ സമാധാനിപ്പിക്കുന്നു. ഒരു ദിവസം നമുക്ക് എല്ലാവർക്കും ഒന്നിച്ച് സിനിമയിൽ അഭിനയിക്കാനുള്ള അവസരം വരും. നമ്മള് കൊച്ചുകുട്ടികളല്ലേ ഇപ്പൊ, നമുക്ക് ജീവിതം ഇനിയും കിടക്കുന്നതല്ലേ ഉള്ളൂ എന്നെല്ലാം വലിയൊരു സംസാരിക്കുന്ന പോലെ സിസുക്കോ യോറിയെ സമാധാനിപ്പിക്കുന്നു. അന്ന് ആ പ്ലേ ഗ്രൗണ്ടിൽ വെച്ച് കളിക്കുന്ന സമയത്താണ് സിസുക്കോ താഴേക്ക് വീഴാൻ പോയതും യോറി ഓടിച്ചെന്ന് അവളെ വീഴ്ചയിൽ നിന്ന് രക്ഷിച്ചതും. ഈ ഒരു ഫ്ലാഷ് ബാക്ക് ഓർത്തതിനു ശേഷം എന്തുകൊണ്ടോ നേരത്തെ സിസുക്കോയ്ക്ക് റിപ്ലൈ അയക്കാമെന്ന് കരുതിയത് വേണ്ട എന്ന് വെക്കുകയാണ് യോറി. പിന്നീട് നമ്മൾ കാണുന്നത് യോറിക്ക് ഒരു ഫോൺ കോൾ വരുന്നതാണ്. ഒരു ഏജൻസിയിൽ നിന്ന് വന്ന ഫോൺ കോൾ ആണ്. അവൻ തുടർന്ന് ഏജൻസിയിലേക്ക് പോകുന്ന സമയമാണ് അറിയുന്നത് സിസുക്കോയുടെ അസിസ്റ്റന്റായി ഒരു ജോബ് ഓഫർ കൊണ്ടാണ് ആ ഏജൻസി ഇവനെ വിളിച്ചിരിക്കുന്നത് എന്ന്. സിസുക്കോ വളർന്നു വരുന്ന ഒരു മോഡലാണല്ലോ, അതുകൊണ്ട് തന്നെ അവൾക്ക് ഒരു PA വേണം. ആരെ നിയമിക്കണമെന്ന കാര്യം വന്നപ്പോ ഇന്ന് കണ്ട തന്റെ ബാല്യകാല സുഹൃത്തായ യോറി തന്നെ ആയിക്കോട്ടെ എന്ന സജഷൻ സിസുക്കോ ആണ് വെച്ചത്. കൂടാതെ യോറിക്കും സിനിമയിൽ അഭിനയിക്കാൻ താല്പര്യമുണ്ടെന്നും ഈ ഒരു ഫീൽഡിൽ അസിസ്റ്റന്റ് ആയിട്ടെങ്കിലും എൻട്രി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ക്ലച്ച് പിടിക്കാനുള്ള ചാൻസ് ഉണ്ടെന്നും അറിയാവുന്ന സിസുക്കോ യോറിയെ ആ ഒരു സ്ഥാനത്തേക്ക് സജസ്റ്റ് ചെയ്തതാണ്. എന്തായാലും തന്റെ ബാല്യകാല സഖി കുറെ വർഷങ്ങൾ കൂടി കണ്ടപ്പോ തനിക്കൊരു ഉപകാരം ചെയ്യാൻ ശ്രമിച്ചതല്ലേ, അത് റിജക്ട് ചെയ്യണ്ട എന്ന് വിചാരിച്ച് ആ ഒരു ജോബ് ഓഫർ യോറി അക്സെപ്റ്റ് ചെയ്യുന്നു. തുടർന്ന് സിസുക്കോയുടെ ഇപ്പോഴത്തെ ഷൂട്ടിംഗ് നടക്കുന്ന സ്ഥലത്തേക്ക് പോകാനായി യോറി ഒരുങ്ങുന്ന സമയത്ത് അവൻ ഓപ്പോസിറ്റ് നടന്നു വന്നിരുന്ന ഒരു ഡയറക്ടറിനെ അറിയാതെ ഇടിച്ചിടുന്നു. അദ്ദേഹത്തിന്റെ കണ്ണാടിയൊക്കെ തെറിച്ച് താഴെ പോകുന്നുണ്ട്. പിന്നീട് കണ്ണാടി എടുത്തു വെച്ച ശേഷം അദ്ദേഹം കുറച്ചുനേരം തന്നെ ഇടിച്ച യോറിയെ തന്നെ നോക്കിയിരിക്കുന്നു. ഇവൻ താൻ അദ്ദേഹത്തെ ഇടിച്ചതുകൊണ്ട് ദേഷ്യത്തിൽ അദ്ദേഹം നോക്കുന്നതാണെന്ന് കരുതിയും കൂടാതെ സിസുക്കോയുടെ അടുത്തേക്ക് പോകേണ്ടത് കൊണ്ടും അതിനെപ്പറ്റി കൂടുതൽ ബോധർ ചെയ്യാതെ അവിടെ നിന്ന് പോകുന്നു. ഈ ഡയറക്ടർ ആണെങ്കിൽ ആ ഏജൻസിയിലെ സ്റ്റാഫിന്റെ അടുത്ത് ഇപ്പോൾ അദ്ദേഹം ഇടിച്ച ആ പയ്യനെ പറ്റി, അതായത് യോറിയെ പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് ചോദിച്ചു മനസ്സിലാക്കുന്നു. പിന്നീട് നമ്മൾ കാണുന്നത് സിസുക്കോയുടെ ഷൂട്ടിംഗ് നടക്കുന്ന സ്ഥലത്തേക്ക് അവളുടെ PA ആയി യോറി ചെല്ലുന്നതാണ്. വന്ന പാടെ യോറിയെ തനിക്ക് നല്ല ബ്രൈറ്റ് കളറിലെ ലിപ്സ്റ്റിക് വാങ്ങിക്കൊണ്ട് വാ എന്ന് പറഞ്ഞ് സിസുക്കോ കടയിലേക്ക് പറഞ്ഞു വിടുന്നു. യോറി ലിപ്സ്റ്റിക് വാങ്ങാനായി ഒരു ഷോപ്പിൽ ചെന്ന് അതെല്ലാം അവന്റെ ചുണ്ടില് ട്രൈ ചെയ്ത് നോക്കാണ് ഏതാണ് നല്ല കളർ എന്നറിയാനായി. ഒരു പയ്യൻ ഇങ്ങനെ കടയിൽ നിന്ന് ലിപ്സ്റ്റിക് ഇട്ട് നോക്കുന്നത് ആ കടയിലേക്ക് അമ്മയുടെ കൂടെ സാധനം വാങ്ങാൻ വന്ന ഒരു കൊച്ചു പെൺകുട്ടി വളരെ കൗതുകത്തിൽ നോക്കി നിൽക്കുന്നു. അങ്ങനെ പിന്നീട് ഷൂട്ടിങ്ങിന് ശേഷം യോറിയും സിസുക്കോയും സംസാരിക്കുകയാണ്. ഇനി സിസുക്കോയ്ക്ക് എന്തിന്റെയൊക്കെ ഷൂട്ടിംഗ് ഉണ്ടെന്ന് അവളുടെ ഷെഡ്യൂള് നോക്കി യോറി പറഞ്ഞു കൊടുക്കുന്ന സമയം അവൾ അടുത്തതായി ചെയ്യാൻ പോകുന്ന ആഡിൽ സുബാറോയും ഇവളുടെ കൂടെ ആക്ട് ചെയ്യുന്നുണ്ടെന്ന് അറിയുന്ന സിസുക്കോയ്ക്ക് വലിയ
സന്തോഷം. പണ്ട് യോറിയും സിസുക്കോയും സുബാറോയും കളിക്കൂട്ടുകാരായിരുന്നെങ്കിലും സുബാറോ ഇപ്പോൾ വേറെ ലെവൽ ആക്ടറാണ്. അവന്റെ കൂടെ ഒരു പരസ്യത്തിൽ അഭിനയിക്കാൻ കിട്ടുക എന്നത് തന്റെ കരിയറിൽ ഒരു വലിയ ബ്രേക്ക് ആയിരിക്കുമെന്ന് സിസുക്കോ യോറിയോട് പറഞ്ഞ് സന്തോഷിക്കുന്നു. അങ്ങനെ ആ ഒരു ആഡിന്റെ ഷൂട്ടിംഗ് ദിവസം വന്നെത്തുകയാണ്. പക്ഷെ ഷൂട്ടിങ്ങിന് ഇറങ്ങാനായി സിസുക്കോ വളരെ ലേറ്റ് ആവുന്നു. ഇവൾക്കിത് എന്ത് പറ്റിയെന്ന് കരുതി അവളുള്ള റൂമിലേക്ക് യോറി ചെന്ന് നോക്കുമ്പോൾ സിസുക്കോ ആകെപ്പാടെ ടെൻഷൻ അടിച്ചിരിക്കുകയാണ്. സുബാറോ തന്റെ ചൈൽഡ്ഹുഡ് ഫ്രണ്ട് ആണ് എന്ന സംഭവം ഒക്കെ ശരിയാണ്. പക്ഷെ ഇപ്പോഴത്തെ അവന്റെ ലെവല് വേറെ ലെവലല്ലേ. അവന്റെ മുന്നിൽ ആക്ട് ചെയ്യുമ്പോൾ എന്തെങ്കിലും തെറ്റ് സംഭവിക്കുമോ, തനിക്ക് നന്നായി ചെയ്യാൻ സാധിക്കുമോ എന്ന ചിന്തകളൊക്കെയാണ് സിസുക്കോയുടെ ഉള്ളിൽ. അത് മനസ്സിലാക്കുന്ന യോറി സിസുക്കോയെ ചിയർ ചെയ്യുന്നു. നിനക്ക് നന്നായി ചെയ്യാൻ പറ്റുമെന്നല്ല, ഒരു ബൊമ്മയുടെ തലയെടുത്ത് തലയിൽ വെച്ച് കൊച്ചു പിള്ളേരുടെ കരച്ചിൽ നിർത്താൻ ശ്രമിക്കുന്ന പോലെ സിസുക്കോയെ ആശ്വസിപ്പിക്കാനായി യോറി ശ്രമിക്കുന്നത് കാണുമ്പോൾ സിസുക്കോ അവളുടെ കരച്ചിൽ നിർത്തി പോകാൻ തയ്യാറാവുന്നു. അങ്ങനെ ഇവര് സുബാറോ ഉള്ള സ്ഥലത്തേക്ക് എത്തുമ്പോഴേക്കും സുബാറോ അവിടെ നിന്ന് പോയിട്ടുണ്ടായിരുന്നു. സിസുക്കോ ലേറ്റ് ആയതുകൊണ്ട് തനിക്ക് ഇതിൽ താല്പര്യമില്ല എന്ന് പറഞ്ഞാണ് സുബാറോ പോയത്. അവൻ വലിയ നടനല്ലേ. സിസുക്കോയ്ക്ക് വല്ലാത്ത സങ്കടം. എന്റെ തെറ്റാണ്, നല്ലൊരു ഓപ്പർച്യൂണിറ്റി എന്റെ പേടി കാരണം ഞാൻ മിസ്സാക്കിയല്ലോ എന്ന് സിസുക്കോ സങ്കടപ്പെടുമ്പോൾ യോറി ഈ ഒരു പരസ്യത്തിൽ അഭിനയിക്കണമെന്നത് സിസുക്കോയെ സംബന്ധിച്ച് എത്ര വലിയ കാര്യമായിരുന്നു എന്ന കാര്യം മനസ്സിലാക്കിക്കൊണ്ട് അവൾക്ക് വേണ്ടി അവിടെ കിടന്ന് ഷൗട്ട് ചെയ്യുന്നു. ഒരു 5 മിനിറ്റ് ലേറ്റ് ആയി എന്ന് പറഞ്ഞ് ഇങ്ങനെ പോകേണ്ട കാര്യമൊന്നുമില്ല. ഇതൊക്കെ കോൺട്രാക്ട് ലംഘനത്തിൽ പെടുന്ന കാര്യമാണ്. എന്തുകൊണ്ടാണ് ലേറ്റ് ആയതെന്ന് പോലും അന്വേഷിക്കാൻ നിൽക്കാതെ ഇങ്ങനെ എടുത്തടിച്ച് പോകുന്നതൊക്കെ മാന്യതയില്ലായ്മയാണ് എന്നെല്ലാം യോറി പറയുന്ന സമയം സിസുക്കോ വേണ്ട, ഒന്നും പറയണ്ട, നമുക്ക് സുബാറോയുടെ ഏജൻസിയോട് തർക്കിക്കാൻ സാധിക്കില്ല, അവരൊക്കെ വലിയ ആൾക്കാരാണെന്നും പറഞ്ഞ് യോറിയെ സമാധാനിപ്പിക്കാൻ ശ്രമിക്കുന്നു. ഈ നടന്ന സംഭാഷണമെല്ലാം അവിടെ ഉണ്ടായിരുന്ന ഒരാൾ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അത് ഈ ആഡിന്റെ ഡയറക്ടറാണ്. ഇദ്ദേഹത്തെയാണ് യോറി ആ ഒരു ഏജൻസിയുടെ ഓഫീസിൽ വെച്ച് അറിയാതെ ഇടിച്ചിട്ടത്. തുടർന്ന് ആ ഏജൻസിയിലെ സ്റ്റാഫിനോട് യോറിയെ പറ്റി കാര്യങ്ങൾ തിരക്കി ഈ ഡയറക്ടറിന് യോറിക്ക് അഭിനയിക്കാൻ താല്പര്യമുണ്ടെന്ന് മനസ്സിലായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ സുബാറോയ്ക്ക് പകരം യോറി ഈ ഒരു ആഡിൽ അഭിനയിക്കുന്നു എന്ന് ഡയറക്ടർ ചോദിക്കുമ്പോൾ ഈ ആഡിൽ അഭിനയിക്കുക സിസുക്കോയ്ക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയ കാര്യമാണ്. അപ്പോൾ തന്നിലൂടെ അത് നടത്തി കൊടുക്കാൻ സാധിക്കുമെങ്കിൽ താൻ അതിൽ 100% സന്തോഷവാനാണ് എന്ന് മനസ്സിലോർത്തുകൊണ്ട് യോറി അഭിനയിക്കാൻ റെഡിയാണെന്ന് പറയുന്നു. അങ്ങനെ ആഡിന്റെ ഷൂട്ടിംഗ് തുടങ്ങുന്നു. മേക്കപ്പ് ഒക്കെ ധരിച്ച് കണ്ണാടിയൊക്കെ മാറ്റി യോറി ആഡിൽ അഭിനയിക്കാനായി എത്തുന്നു. അവന്റെ ലുക്കിൽ തന്നെ ഇപ്പൊ നല്ല മാറ്റമുണ്ട്. ശരിക്കും ഒരു സിനിമാ നടനെ പോലെ. അവനെ കണ്ട് സുസുക്കോ വരെ കണ്ണു തള്ളി നിൽക്കുകയാണ്. എന്തായാലും ഷൂട്ടിംഗ് ഗംഭീരമായി നടക്കുന്നു. പരസ്യം റിലീസ് ആയതിനു ശേഷം നല്ല റെസ്പോൺസ് ആണ് കിട്ടുന്നത്. ഈ കപ്പിളിന്റെ കെമിസ്ട്രി പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ടു. ആരാണ് ഈ പുതിയ പയ്യനെന്ന് ആളുകൾ യോറിയെ അന്വേഷിക്കാനും തുടങ്ങി. ഈ ഒരു ആഡിലൂടെ മുന്നേ പരസ്യങ്ങൾ മാത്രം ചെയ്തുകൊണ്ടിരുന്ന മോഡലായിരുന്ന സിസുക്കോയ്ക്ക് ഒരു ഡ്രാമയിൽ അഭിനയിക്കാനും അവസരം ലഭിച്ചിരിക്കുന്നു. അങ്ങനെ ആ ഒരു ഡ്രാമയുടെ ഓഡിഷനിൽ പങ്കെടുക്കാനായിട്ടുള്ള ഡയലോഗ്സ് യോറിയുടെ കൂടെ ഇരുന്ന് സിസുക്കോ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്താണ് സുബാറോ അങ്ങോട്ടേക്ക് വരുന്നത്. ഇവർ പഠിക്കുന്ന ഇതേ സ്കൂളിലെ തന്നെ ഒരു വിദ്യാർത്ഥിയും കൂടിയാണ് സുബാറോ. സുബാറോ വന്ന പാടെ യോറിയെ മൈൻഡ് ചെയ്യാതെ സിസുക്കോയോട് സംസാരിക്കുന്നു. സിസുക്കോ കഴിഞ്ഞ ദിവസത്തെ ആഡിനിടയിൽ സംഭവിച്ച കാര്യത്തെ പറ്റി ക്ഷമാപണം നടത്തുമ്പോൾ സാരമില്ല, മറ്റെന്തെങ്കിലും ഒരു പ്രോജക്റ്റ് നമുക്ക് ഒരുമിച്ച് അഭിനയിക്കാൻ അവസരം ലഭിക്കട്ടെ എന്ന് പറഞ്ഞ് അങ്ങ് പോവാണ്. ഇത് യോറി മാറി നിന്ന് ശ്രദ്ധിക്കുന്നു. അങ്ങനെ ആ ഒരു ഡ്രാമയുടെ ഓഡീഷനിൽ സിസുക്കോ പങ്കെടുക്കുന്നുണ്ടെങ്കിലും അവൾ അതിൽ റിജക്റ്റ് ആയിപ്പോയി. അവൾക്ക് വിഷമം തോന്നാതിരിക്കാനായി യോറി അവളെയും കൂട്ടി അന്നത്തെ ദിവസം ഔട്ടിങ്ങിന് പോവാണ്. അവരങ്ങനെ കുറെ നേരം ഷോപ്പിംഗ് ചെയ്തും അക്വേറിയം കണ്ടും ഒക്കെ കറങ്ങി നടക്കുന്നു. അടുത്ത ദിവസം യോറി ക്ലാസ്സിലുള്ള സമയം സിസുക്കോ ഓടിയെത്തി അവനെ കെട്ടിപ്പിടിക്കുകയാണ്. മറ്റേ ഡ്രാമയുടെ ഓഡിഷനിൽ ഫെയിൽ ആയ സമയത്ത് ഞാൻ ഒരുപാട് വിഷമിച്ചു. പക്ഷെ ഇപ്പൊ എനിക്ക് അതിലും നല്ലൊരു പ്രോജക്റ്റ് വന്നിട്ടുണ്ട്, റോമിയോ ജൂലിയറ്റ്. അതിൽ ജൂലിയറ്റ് ആയിട്ടാണ് എനിക്ക് ചാൻസ് കിട്ടിയിട്ടുള്ളത്. അവൾ അത് പറഞ്ഞ് തുള്ളിച്ചാടുമ്പോൾ യോറി അവളെ കൺഗ്രാറ്റുലേറ്റ് ചെയ്യുന്നു. അങ്ങനെ അതിന്റെ ഓഡിഷനും കാര്യങ്ങൾക്കുമായി യോറിയും സിസുക്കോയും പോകുന്നു. അവിടെ എത്തുമ്പോഴാണ് യോറി അറിയുന്നത് സിസുക്കോ ജൂലിയറ്റ് ആകുമ്പോൾ റോമിയോ ആകുന്നത് സുബാറോ ആണെന്ന്. സുബാറോയുടെ കൂടെ അഭിനയിക്കുക എന്നത് സിസുക്കോയുടെ വലിയ സ്വപ്നമായതുകൊണ്ട് തന്നെ യോറി അവൾക്ക് ഇതിൽ നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ സാധിക്കട്ടെ എന്ന് കരുതി ഡയലോഗ്സ് പഠിക്കാനും ഒക്കെ തുടർന്നുള്ള ദിവസങ്ങളിൽ അവളെ സഹായിക്കുന്നു. റോമിയോയുടെ ഡയലോഗ് എല്ലാം യോറി കാണാപാഠം പഠിക്കാൻ ശ്രമിക്കുകയാണ്. അങ്ങനെയാണെങ്കിലല്ലേ സിസുക്കോയ്ക്ക് ആ ഒരു റോമിയോയുടെ ഡയലോഗ് ഡെലിവറിക്ക് അനുസരിച്ച് ജൂലിയറ്റിന്റെ ഡയലോഗ് ഒക്കെ കാണാതെ പഠിച്ച് കറക്റ്റായി സംസാരിക്കാൻ സാധിക്കൂ. യോറി അവനെ കൊണ്ട് പറ്റുന്ന രീതിയിൽ അവന്റെ ഈ കൂട്ടുകാരിയെ സഹായിക്കാനായി ശ്രമിക്കുന്നു. അങ്ങനെ ആ ഒരു റോമിയോ ജൂലിയറ്റ് പ്രോജക്റ്റിന്റെ റിഹേഴ്സൽ നടക്കുന്ന സമയത്താണ് ഡയറക്ടറിന് സുബാറോയ്ക്ക് ആക്സിഡന്റ് സംഭവിച്ചു എന്ന് പറഞ്ഞൊരു ഫോൺ കോൾ വരുന്നത്. സുബാറോയ്ക്ക് തുടർന്ന് പ്രാക്ടീസിലും റിഹേഴ്സലിലും ഒന്നും പങ്കെടുക്കാൻ സാധിക്കില്ല എന്ന് മനസ്സിലാക്കുന്ന ഡയറക്ടർ അപ്പോൾ ഈ പ്രോജക്റ്റ് അങ്ങ് ക്യാൻസൽ ചെയ്താലോ എന്ന് വിചാരിക്കുന്നു. ഈ കാര്യം അറിയുന്ന സിസുക്കോ വളരെ അപ്സെറ്റ് ആവുകയാണ്. കാരണം ഇത് അവളുടെ കരിയറിൽ തന്നെ കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പ്രോജക്റ്റ് ആയിരുന്നു. ഇത് മനസ്സിലാക്കുന്ന യോറി ഡയറക്ടറിന്റെ അടുത്ത് ചെന്ന് പറയാണ്, സർ,
സുബാറോയ്ക്ക് പകരം ഞാൻ വേണമെങ്കിൽ റോമിയോ ആയി അഭിനയിക്കാം. എനിക്ക് ഇതിനോടകം തന്നെ റോമിയോയുടെ ഡയലോഗ് എല്ലാം കാണാപ്പാടമാണെന്ന്. അത് കേൾക്കുന്ന ഡയറക്ടർ ഇങ്ങനെ ഒരാൾ വോളണ്ടിയർ ആയി വരുന്നു, അതും ഡയലോഗ് എല്ലാം ഓൾറെഡി അറിയാമെന്നും പറയുന്നു. സുബാറോ എന്ന് റെഡിയായി വരുമെന്നറിയില്ല. പുതിയൊരാളെ കണ്ടുപിടിച്ച് ഇതെല്ലാം പഠിപ്പിക്കാനും വലിയ സമയമില്ല. അപ്പോൾ ഇവനെ തന്നെ വെച്ച് ഈ ഒരു പ്രോജക്റ്റ് മുന്നോട്ട് കൊണ്ടുപോകാമെന്ന് കരുതി യോറിയെ റോമിയോ ആക്കാൻ തയ്യാറാവുന്നു. അങ്ങനെ സിസുക്കോ ജൂലിയറ്റായും യോറി റോമിയോ ആയുമുള്ള പ്രാക്ടീസ് നടക്കുന്നു. വളരെ നന്നായി തന്നെ യോറി പെർഫോം ചെയ്യുന്നുണ്ട്. അങ്ങനെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം സ്റ്റേജിൽ വെച്ചുള്ള പ്രാക്ടീസ് നടക്കുകയാണ്. കറക്റ്റായി അങ്ങനത്തെ ഡ്രസ്സൊക്കെ ധരിച്ച് ഇവര് സ്റ്റേജിൽ പ്രാക്ടീസ് ചെയ്യുന്ന സമയം അങ്ങോട്ടേക്ക് സുബാറോ വരുന്നു. സ്റ്റേജിൽ പെർഫോം ചെയ്തുകൊണ്ടിരുന്ന സിസുക്കോ ഇങ്ങനെ സുബാറോയെ പെട്ടെന്ന് കണ്ട് അവളുടെ ശ്രദ്ധ പാളുകയും അവൾ ആ സ്റ്റേജിൽ നിന്ന് താഴേക്ക് വീഴാനായി പോവുകയും ചെയ്യുന്നു. പണ്ട് കുട്ടിക്കാലത്ത് ഇതുപോലെ റൈഡിൽ നിന്ന് സിസുക്കോ താഴേക്ക് വീഴാനായി പോകുമ്പോൾ യോറിയാണ് അവളെ രക്ഷിച്ചത്. ഇത്തവണയും അവൻ അവളെ താങ്ങി പിടിക്കുന്നു. ആ വീഴ്ചയിൽ നിന്ന് അവള് രക്ഷപ്പെടുന്നുണ്ടെങ്കിലും ഇവന്റെ കാലിൽ മുറിവ് സംഭവിക്കുന്നു. യോറിക്ക് മുറിവായിരിക്കുന്നു. സുബാറോ ആണെങ്കിൽ ഓക്കെ ആയി തിരിച്ചെത്തിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ സുബാറോ ഞാൻ ഈ റോള് ഏറ്റെടുത്ത് ചെയ്യാമെന്ന് പറയുന്നു. അങ്ങനെ വീണ്ടും യോറി പെർഫോം ചെയ്യാനായിരുന്ന റോമിയോയുടെ റോള് ഇപ്പോൾ തിരിച്ച് സുബാറോയുടെ കയ്യിലേക്ക് എത്തിയിരിക്കുന്നു. യോറി അവിടെ നിന്ന് പോകാനായി ഒരുങ്ങുമ്പോൾ സിസുക്കോ സോറി ഞാനൊന്ന് കുറച്ച് ശ്രദ്ധിച്ചായിരുന്നെങ്കിൽ ഇപ്പോൾ ഇങ്ങനെ സംഭവിക്കില്ലായിരുന്നു എന്ന് അവന്റെ അടുത്ത് ചെന്ന് പറയുമ്പോൾ അത് സാരമില്ല, നീ പോയി നന്നായി പ്രാക്ടീസ് ചെയ്യുന്നു പറഞ്ഞ് അവളെ അവിടെ ഇരുത്തി അവൻ അങ്ങ് പോകുന്നു. അങ്ങനെ ഇപ്പോൾ റോമിയോ ആയിരിക്കുന്ന സുബാറോയുടെ കൂടെ പെർഫോമൻസ് പ്രാക്ടീസ് ചെയ്യുന്ന സമയത്തെല്ലാം സുബാറോയുടെ മുഖം കാണുമ്പോൾ ഇത്രയും ദിവസം അവളുടെ കൂടെ റോമിയോ ആയി അഭിനയിച്ച യോറിയെയാണ് സിസുക്കോയ്ക്ക് ഓർമ്മ വരുന്നത്. അവൾ അതുകൊണ്ട് തന്നെ ഒരു ചെറിയ ബ്രേക്ക് കിട്ടുമ്പോൾ ഓടിപ്പോയി യോറിയെ ഫോൺ വിളിക്കുന്നു. പക്ഷെ യോറി കാര്യമായി സംസാരിക്കാൻ നിൽക്കാതെ അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. അത് മനസ്സിലാക്കുന്ന സിസുക്കോ നീ എന്നോട് ഇങ്ങനെ ഒരു അന്യയെ പോലെ പെരുമാറുന്നത് എനിക്ക് തീരെ ഇഷ്ടമാവുന്നില്ല, നിനക്ക് എന്താ പറ്റിയത് എന്നെല്ലാം പറഞ്ഞ് വിഷമിക്കുന്നു. അങ്ങനെ കുറച്ച് ദിവസങ്ങൾ കഴിയുന്നു. സിസുക്കോയുടെ റോമിയോ ജൂലിയറ്റിന്റെ പ്ലേ ലൈവായി സ്റ്റേജിൽ നടക്കുന്ന ദിവസം ആ ഒരു പ്രോഗ്രാം കാണാനായി ബാക്ക് സ്റ്റേജിലേക്ക് വാക്കിംഗ് സ്റ്റിക്കിന്റെ സഹായത്തോടെ യോറി ചെല്ലുന്നു. വളരെ നന്നായി തന്നെ സുബാറോയും സിസുക്കോയും റോമിയോയും ജൂലിയറ്റുമായി അഭിനയിക്കുന്നുണ്ടെങ്കിലും അവിടെ റോമിയോ ആയി സുബാറോയെ കണക്ക് കൂട്ടാനേ യോറിക്ക് സാധിക്കുന്നില്ല. അവനെ തന്നെയാണ് അവിടെ സിസുക്കോയുടെ കൂടെയുള്ള റോമിയോ ആയി കണക്ക് കൂട്ടുന്നത്. അങ്ങനെ ആ ഒരു പ്ലേ ഗംഭീരമായി തന്നെ ഇവര് പെർഫോം ചെയ്യുന്നു. പെർഫോമൻസിന് ശേഷം ബാക്ക് സ്റ്റേജിൽ വെച്ച് സുബാറോ സുസുക്കോയെ പ്രപ്പോസ് ചെയ്യുന്നു. അവൾ ആ സമയം മറുപടി ഒന്നും പറയുന്നില്ല. ഇത് കണ്ട ഉടനെ തന്നെ യോറി അവിടെ നിന്ന് പോകാൻ ഒരുങ്ങുന്നു. യോറി ഇങ്ങനെ തിരിഞ്ഞു നടന്നു പോകുന്നത് സിസുക്കോ കണ്ടില്ലെങ്കിലും സുബാറോ കണ്ടിട്ടുണ്ടായിരുന്നു. ഒരിക്കലും എനിക്ക് മുകളിലെത്താൻ നിന്നെ ഞാൻ അനുവദിക്കില്ലട എന്ന് തിരിഞ്ഞു പോകുന്ന യോറിയെ നോക്കി സുബാറോ പല്ല് കടിക്കുന്നു. കുട്ടിക്കാലത്ത് ഇവര് നല്ല സുഹൃത്തുക്കളായിരുന്നെങ്കിലും വളർന്നു വരുന്തോറും സുബാറോയുടെ ഉള്ളിൽ യോറിയോടുള്ള കോംപ്ലക്സും വളരുന്നുണ്ടായിരുന്നു എന്ന് നമുക്കിതോടെ മനസ്സിലാക്കാം. അങ്ങനെ പിന്നീട് നമ്മൾ കാണുമ്പോൾ യോറിയെ ആ പരസ്യത്തിൽ അഭിനയിപ്പിച്ച ഡയറക്ടർ ഒരു പുതിയ സിനിമ എടുക്കാൻ പോകുന്നു. അതിൽ വളരെ ഫേമസ് ആയിട്ടുള്ള ഹീറോയിന്റെ കൂടെ നായകനായി അഭിനയിക്കാനുള്ള ചാൻസ് യോറിക്ക് ലഭിക്കുന്നു. യോറി ഡയറക്ടർ ഇങ്ങനെ ഒരു ഓഫർ കൊടുത്തെങ്കിലും മറുപടി ഒന്നും പറഞ്ഞില്ല. തുടർന്ന് ഇങ്ങനെ ഒരു ഓഫർ യോറിക്ക് വന്നു എന്നും അവൻ മറുപടി പറഞ്ഞിട്ടില്ല എന്നും തന്റെ ഏജൻസിയിലെ സ്റ്റാഫിലൂടെ അറിയുന്ന സിസുക്കോ യോറിയെ ചെന്ന് കണ്ട് എന്തുകൊണ്ടാ നീ അതിന് എസ് പറയാഞ്ഞത് എന്ന് തിരക്കുന്നു. ഞാൻ അഭിനയിക്കാൻ പോയി കഴിഞ്ഞാൽ എനിക്ക് നിന്റെ PA ആയി കൂടെ നടക്കാൻ സാധിക്കില്ലല്ലോ എന്ന് യോറി പറയുമ്പോൾ പിന്നെ PA വലിയ ഉദ്യോഗമല്ലേ, നീ പോയി അഭിനയിക്ക് ചേർക്ക, നിനക്കിപ്പോ അത് ആവശ്യമെന്ന് പറഞ്ഞ് സിസുക്കോ യോറിയെ മോട്ടിവേറ്റ് ചെയ്യുന്നു. അങ്ങനെ യോറി ആ ഒരു പ്രോജക്റ്റിന്റെ ഭാഗമായി ആ ഫേമസ് ആയ ഹീറോയിന്റെ കൂടെ അഭിനയിക്കാൻ തുടങ്ങുന്നു. യോറി ഇങ്ങനെ ഒരു പുതിയ സിനിമയിൽ അഭിനയിക്കുന്ന ഇതേ സമയം മറ്റൊരു സിനിമയിൽ സുബാറോ നായകനായും സിസുക്കോ നായികയായും അഭിനയിക്കുന്നുണ്ടായിരുന്നു. രണ്ടുപേരുടെയും സിനിമയുടെ ഷൂട്ടിംഗ് പുരോഗമിക്കുന്നു. അങ്ങനെ ഇരിക്കെയാണ് യോറിയുടെ ഡയറക്ടറിനെ സിസുക്കോ കാണുന്നത്. യോറി അഭിനയിച്ച ചില സീൻസ് സിസുക്കോയെ ആ ഡയറക്ടർ കാണിക്കുമ്പോൾ അത് കാണുന്ന അവൾക്ക് കുറച്ച് ഫീൽ ആകുന്നു. കാരണം അത് കുറച്ച് ഇന്റിമേറ്റ് ആയിട്ടുള്ള സീൻസ് ആണ്. കൂടാതെ യോറിയുടെ നായികയായി അഭിനയിക്കുന്ന നടി യോറിയെ പറ്റി മികച്ച അഭിപ്രായമാണ് പറയുന്നത്. പേഴ്സണലി തന്നെ അവർക്ക് യോറിയെ ഒരുപാട് ഇഷ്ടമായെന്ന് അവർ പറയുമ്പോൾ ഉള്ളിന്റെ ഉള്ളിൽ സിസുക്കോയ്ക്ക് വല്ലാത്തൊരു കുശുമ്പ്. യോറി തന്നിൽ നിന്ന് അകന്നു പൊക്കോണ്ടിരിക്കുകയാണോ എന്ന് തോന്നൽ. സിസുക്കോ വെളിയിലേക്ക് വരുമ്പോൾ ദൂരെയായി യോറി അവളുടെ ഷൂട്ടിംഗ് നടക്കുന്ന സ്ഥലത്തേക്ക് നടന്നു പോകുന്നത് ഇവള് കാണുന്നു. ഇനി തന്നെ അന്വേഷിച്ചാണോ യോറി അങ്ങോട്ടേക്ക് പോകുന്നതെന്നറിയാൻ സിസുക്കോ പുറകിന് തന്നെ വെച്ചുപിടിക്കുന്നു. പക്ഷെ അവിടെ ചെല്ലുമ്പോൾ യോറിയും സുബാറോയും തമ്മിൽ സംസാരിക്കുന്നതാണ് സിസുക്കോ കാണുന്നത്. അതിൽ സുബാറോ യോറിയെ വെല്ലുവിളിക്കുകയാണ്. സത്യത്തിൽ യോറിക്ക് സിസുക്കോയുടെ ഇഷ്ടമുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് സുബാറോ അവൻ പ്രപ്പോസ് ചെയ്യുന്നതിന് മുന്നേ സിസുക്കോയെ പ്രപ്പോസ് ചെയ്തതെന്ന് ഇവര് തമ്മിലുള്ള സംഭാഷണം കേൾക്കുമ്പോൾ സിസുക്കോയ്ക്ക് മനസ്സിലാകുന്നു. ഒരിക്കലും
ഒരു രീതിയിലും തന്നെ ജയിക്കാനായി യോറിയെ താൻ അനുവദിക്കില്ല എന്ന് സുബാറോ പറയുന്നു. ഇപ്പൊ രണ്ടുപേരും സിനിമയിൽ അഭിനയിക്കുന്നത് കൊണ്ട് തന്നെ എങ്ങാനും ഈ വർഷത്തെ ന്യൂ ഫേസ് അവാർഡ് യോറിക്ക് കിട്ടിയാൽ സിസുക്കോയെ യോറിക്ക് വിട്ടുകൊടുക്കാമെന്നും അങ്ങനെ കിട്ടാതെ പോയാൽ മേലാൽ സിസുക്കോയുടെ പരിസരത്ത് നിന്നെ കണ്ടുപോകരുതെന്നും സുബാറോ യോറിയോട് പറയുന്നു. ആ ഒരു കണ്ടീഷനോട് യോറിയും യോജിക്കുന്നു. ഇവര് തമ്മിൽ തന്റെ പേരിൽ ഇങ്ങനെ ബെറ്റ് വെക്കുന്നതും തന്റെ കാര്യം പറഞ്ഞ് സുബാറോ യോറിയെ വെല്ലുവിളിക്കുന്നതും സിസുക്കോ മറഞ്ഞു നിന്ന് കേൾക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ പിന്നീട് ഇവരുടെ സിനിമയുടെ ഷൂട്ടിംഗ് എല്ലാം കഴിഞ്ഞ് സിനിമ റിലീസായി കുറച്ചു നാളുകൾക്ക് ശേഷം അവാർഡ് ഫംഗ്ഷൻ നടക്കുകയാണ്. ആ ഫംഗ്ഷനിൽ തനിക്ക് അവാർഡ് കിട്ടുമോ അല്ലെങ്കിൽ ആർക്കാണ് അവാർഡ് കിട്ടാൻ പോകുന്നത് എന്ന ആകാംക്ഷയിൽ സിസുക്കോയുടെ കൂടെ സുബാറോയും യോറിയും ഇരിക്കുന്നു. കാരണം ഈ അവാർഡിന്റെ അടിസ്ഥാനത്തിലാണല്ലോ ഇവരന്ന് ബെറ്റ് വെച്ചത്. ആ അവാർഡ് അന്ന് ലഭിക്കുന്നത് സുബാറോയ്ക്കാണ്. യോറിക്ക് വല്ലാത്ത വിഷമമാകുന്നു. സിസുക്കോയ്ക്കും ആഗ്രഹം യോറിക്ക് അവാർഡ് കിട്ടണമെന്നായിരുന്നു. അങ്ങനെ വേദിയിൽ നിന്ന് സുബാറോ അവാർഡ് വാങ്ങിയ ശേഷം ഓഡിയൻസിന്റെ കൂട്ടത്തിൽ ഇരിക്കുന്ന യോറിയുടെ മുന്നിൽ വെച്ച് മൈക്കിലൂടെ തനിക്ക് സിസുക്കോയെ ഇഷ്ടമാണെന്നും അവളെയാണ് താൻ കല്യാണം കഴിക്കാൻ പോകുന്നതെന്നും ഉറക്കെ പ്രഖ്യാപിക്കുന്നു. ഇത് കേട്ട് യോറി അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നു. സിസുക്കോ പിന്നീട് യോറിയെ അന്വേഷിച്ചു പോകുന്നുണ്ടെങ്കിലും അവനെ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നീട് കുറച്ചു നാള് സിസുക്കോ യോറിയെ കോണ്ടാക്ട് ചെയ്യാൻ നോക്കിയിട്ടുണ്ടെങ്കിലും റിപ്ലൈ ഒന്നുമില്ല. അവനെ കാണാനും കിട്ടുന്നില്ല. സിസുക്കോയ്ക്ക് പിന്നീട് സുബാറോയുടെ കൂടെ മറ്റൊരു പുതിയ സിനിമയിലും അവസരം ലഭിച്ചിട്ടുണ്ട്. അതിന്റെ ഷൂട്ടിങ്ങിന്റെ ഭാഗമായി അവൾ ഒരുങ്ങുന്ന സമയത്താണ് യോറി അമേരിക്കയിലേക്ക് പോവുകയാണെന്ന കാര്യം അവൾ അറിയുന്നത്. അവനും സിനിമയിൽ അഭിനയിക്കാൻ ഒരു ചാൻസ് കിട്ടിയിട്ടുണ്ട്. അതിന്റെ ഭാഗമായാണ് പോകുന്നത്. അവന്റെ ഈ വളർച്ചയിൽ സിസുക്കോയ്ക്ക് സന്തോഷമുണ്ട്. ഇതേ സമയം അമേരിക്കയിലേക്ക് പോകാനായി ഒരുങ്ങുകയായിരുന്ന യോറി പണ്ട് ഇവനും സിസുക്കോയും കൂടി സിസുക്കോ ഓഡിഷന് തോറ്റന്റെ സങ്കടം മാറാനായി ഷോപ്പിങ്ങിന് പോയതും കറങ്ങി നടന്നതും ഒക്കെ ആലോചിക്കുന്നു. ആ സമയം വാങ്ങിക്കൂട്ടിയ ഒരു കീ ചെയിനിലേക്ക് കുറെ സമയം നോക്കിയിരിക്കുന്നു. അവന് സിസുക്കോയെ മറക്കാനേ സാധിക്കുന്നില്ല. ഇവിടെ കാര്യങ്ങൾ ഇങ്ങനെ നടക്കുമ്പോൾ മറുവശത്ത് ഷൂട്ടിങ്ങിന്റെ ഇടയിലെ ബ്രേക്കിൽ സിസുക്കോ സുബാറോയോട് എന്തോ ഒന്ന് സംസാരിക്കാൻ വരുന്നു. വിഷം യോറിയാണെന്ന് മനസ്സിലാക്കുന്ന സുബാറോ സിസുക്കോയെ സംസാരിക്കാൻ അനുവദിക്കുന്നില്ല. യോറി അമേരിക്കയിലേക്ക് പോവാ. അവനിപ്പോ നിന്നെ പറ്റിയൊന്നും ഒരു ചിന്തയില്ല. ഉണ്ടെങ്കിൽ ഒന്ന് കാണാൻ വരില്ലായിരുന്നു, ഒന്ന് യാത്ര പറയില്ലായിരുന്നു. അവനിപ്പോ അവന്റെ കരിയറാ വലുത് എന്നെല്ലാം സുബാറോ പറയുന്നത് കേൾക്കുമ്പോൾ സിസുക്കോ ഒന്നും മിണ്ടാതെ കേട്ടിരിക്കുന്നു. പക്ഷെ അവിടേക്ക് സുബാറോയുടെ പ്രതീക്ഷകൾ തെറ്റിച്ചുകൊണ്ട് യോറി വരുന്നു. യോറി എവിടെ കാണുന്ന സുബാറോയോ, നീ എന്താ ഇവിടെ? നമ്മൾ തമ്മിലുള്ള ബെറ്റ് നീ മറന്നുപോയോ? അവാർഡ് കിട്ടിയത് എനിക്കാണ്, അതുകൊണ്ട് നിന്നെ ഇവളുടെ നിഴൽ വെട്ടത്ത് കണ്ടുപോരുതെന്ന് ഞാൻ പറഞ്ഞതല്ലേ എന്ന് തിരക്കുമ്പോൾ എനിക്ക് ആ ബെറ്റൊന്നുമല്ല ഇപ്പോൾ പ്രധാനം, എന്റെ പ്രണയമാണ്, എനിക്കത് തുറന്നു പറയണമെന്ന് പറഞ്ഞ് യോറി സിസുക്കോയുടെ അടുത്തെത്തി അവന്റെ പ്രണയം തുറന്നു പറയാണ്. അവന് സിസുക്കോയോടുള്ള ഇഷ്ടം ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല, കുട്ടിക്കാലം മുതലേ ഒരുപാട് ഇഷ്ടമായിരുന്നു. ആ ഒരു പ്രണയം പറയാതെ അമേരിക്കയിലേക്ക് പോവാൻ തനിക്ക് ആവില്ല, ഒരുപാട് ശ്രമിച്ചു, പക്ഷെ മറക്കാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞ് സിസുക്കോയോട് ഐ ലവ് യു തുറന്നു പറയുകയാണ് യോറി. അത് കേൾക്കുന്ന സിസുക്കോ പൊട്ടിത്തെറിക്കുന്നു. എടാ, നീ എന്താ ഇത് ഇത്രയും നാൾ പറയാതിരുന്നത്? നീ ഇത് പറയുന്നത് കേൾക്കാൻ ഞാൻ എന്തോരം ആഗ്രഹിച്ചിട്ടുണ്ടെന്ന് നിനക്കറിയാമോ? എനിക്കും നിന്നെ ഒരുപാട് ഇഷ്ടമാണെന്ന് സിസുക്കോ പറയുന്നു. ഇത് കേൾക്കുന്ന യോറി, അപ്പൊ നീ എന്നെ വിവാഹം കഴിക്കുമോ എന്ന് സിസുക്കോയോട് ചോദിക്കുമ്പോൾ സിസുക്കോ, തീർച്ചയായും ഞാൻ നിന്നെ വിവാഹം കഴിക്കാൻ തയ്യാറാണ്, പക്ഷെ ഇപ്പോഴല്ല. നീ നിന്റെ കരിയറിൽ വലിയൊരു ചേഞ്ച് കൊണ്ടുവരാനുള്ള യാത്രയിലായിരുന്നല്ലോ. അമേരിക്കയിലേക്കുള്ള യാത്ര നീ ക്യാൻസൽ ചെയ്യരുത്. നീ അവിടേക്ക് പോയി വലിയ നടനായി തിരിച്ചു വരണം. അപ്പോൾ ഞാനും ഇവിടെ എന്റേതായ രീതിയിൽ കരിയറിൽ എന്തെങ്കിലുമൊക്കെ ആയിട്ടുണ്ടാവും. ജീവിതത്തില് ഒരു ലെവലിൽ എത്തിയ ശേഷം ഒന്നിച്ച് ജീവിക്കാൻ തുടങ്ങുന്നതാണ് നല്ലത്. അതാണ് ജീവിതത്തിന്റെ സേഫ്റ്റി. നീ പോയി വരും വരെ ഞാൻ നിന്നെ കാത്തിരിക്കും. നമ്മുടെ ഉള്ളിലെ ഈ പ്രണയം ഇതേപോലെ തന്നെ ഉണ്ടാകും. ജീവിതത്തിന്റെ പ്രാരാബ്ദങ്ങൾ ഏറ്റെടുത്ത് ഒന്നിച്ച് ദാമ്പത്യ ജീവിതം തുടങ്ങുന്ന സമയത്തും ഈ പ്രണയം ഇതേ രീതിയിൽ നിൽക്കാനായി നമുക്ക് രണ്ടുപേർക്കും നല്ല ഒരു കരിയർ വേണം. ഞാൻ പറയുന്നത് നിനക്ക് മനസ്സിലാവുന്നില്ലേ എന്ന് സിസുക്കോ ചോദിക്കുന്ന സമയം യോറി മനസ്സിലാകുന്നുണ്ടെന്ന് പറയുന്നു. എന്റെ ജീവിതത്തിലെ എല്ലാ ഘട്ടങ്ങളിലും, അത് കുട്ടിക്കാലം തൊട്ട് ഇപ്പോൾ വരെ ആണെങ്കിൽ പോലും, എപ്പോഴൊക്കെ എനിക്കൊരു പ്രതിസന്ധി ഉണ്ടായിട്ടുണ്ടോ അപ്പോഴെല്ലാം എനിക്ക് താങ്ങായും തണലായും നീ ഉണ്ടായിരുന്നു. ഞാൻ നിന്റേത് മാത്രമാണ്. എനിക്കൊരു വിവാഹ ജീവിതം ഉണ്ടെങ്കിൽ അത് നിന്റെ കൂടെ ആയിരിക്കും. ഞാൻ നിനക്കായി കാത്തിരിക്കുമെന്ന് പറഞ്ഞ് അവനെ അമേരിക്കയിലേക്ക് പോകാനായി യാത്രയാക്കുകയാണ് സിസുക്കോ. അങ്ങനെ യോറി അവിടെ നിന്ന് പോകാൻ ഒരുങ്ങുമ്പോഴേക്കും സിസുക്കോ യോറി എന്ന് ഉറക്കെ വിളിച്ചുകൊണ്ട് അവന്റെ പുറകിൽ ഓടി വന്ന് അവനെ കെട്ടിപ്പിടിക്കുന്നു. തുടർന്ന് അവർ കിസ് ചെയ്യുന്നു. ഈ ഒരു കാഴ്ച ആ സെറ്റിലുണ്ടായിരുന്ന എല്ലാവരും കണ്ട് ആസ്വദിക്കുന്നു. ഇത് കാണുന്ന സുബാറോ നെഞ്ചു തകർന്നു നിൽക്കുന്നു. യോറിയുടെ മുന്നിൽ തോൽക്കാതിരിക്കാനായി സിസുക്കോയോട് പ്രണയം പറഞ്ഞ് അവളെ പ്രണയിക്കാൻ തീരുമാനിച്ച ഇവൻ ഇപ്പോൾ യോറിയുടെ മുന്നിൽ അക്ഷരാർത്ഥത്തിൽ തോറ്റിരിക്കുകയാണ്. അങ്ങനെ പിന്നീട് നമ്മൾ കാണുമ്പോൾ അമേരിക്കയിൽ എത്തിയ യോറി ഓഡീഷൻ അറ്റൻഡ് ചെയ്യാനായി ഇരിക്കുകയാണ്. അവന്റെ കൂടെ ഓഡീഷൻ അറ്റൻഡ് ചെയ്യാനുള്ള മറ്റ് അഭിനേതാക്കളും അവരുടെ ഊഴം കാത്തിരിക്കുന്നു. പണ്ട് പരസ്യത്തിൽ അഭിനയിക്കുന്നതിന് മുന്നേ സിസുക്കോ വളരെ നെർവസ് ആയിരുന്നില്ലേ? ഏകദേശം അതേ അവസ്ഥയാണ് യോറിക്കിപ്പോൾ. അവൻ സിസുക്കോയ്ക്ക് മെസ്സേജ് അയക്കുന്നു, ഞാൻ വളരെ നെർവസ് ആണ്, എനിക്കിത് പറ്റുമെന്ന് തോന്നുന്നില്ല എന്നല്ല. പണ്ട് സിസുക്കോ നെർവസ് ആയ സമയം യോറി അവളെ സമാധാനിപ്പിച്ച പോലെ തന്നെ ഒരു പാവയുടെ തലയെടുത്ത് തലയിൽ വെച്ച് സിസുക്കോ ഇപ്പോൾ യോറിയെ സമാധാനിപ്പിക്കുകയാണ്. അത് കാണുന്ന യോറിക്ക് ഉള്ളിൽ വളരെ കോൺഫിഡൻസ്. തുടർന്ന് അവന്റെ ഓഡിഷൻ
ഡിന്നറിന്റെ ഊഴമെത്തുന്ന സമയം അകത്തേക്ക് ചെന്ന് ഉള്ളിലെ ടെൻഷൻ എല്ലാം മറന്ന് സിസുക്കോയെ മാത്രം മനസ്സിൽ ധ്യാനിച്ച് യോറി പെർഫോം ചെയ്യാൻ തുടങ്ങുന്നതായി കാണിച്ചുകൊണ്ട് ഈ ഒരു ചിത്രം ഇവിടെ അവസാനിക്കുകയാണ്. ഇന്നത്തെ ഈ ഒരു വ്യത്യസ്തമായ ജാപ്പനീസ് റൊമാൻറ്റിക് സിനിമ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ നമ്മുടെ വീഡിയോയിലേക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ കാണാം. ബൈ.